ജോലി വാഗ്ദാന തട്ടിപ്പിന് ഇരയായ മനോവിഷമത്തിൽ കാട്ടാക്കടയിൽ യുവാവ് ആത്മഹത്യ ചെയ്തു. കാട്ടാക്കട തൂങ്ങാമ്പാറ പോങ്ങുവിളയിൽ പ്രീത കോട്ടേജിൽ പ്രമോദ് ആണ് മരിച്ചത്. വീട്ടിലെ മുറിയിൽ കഴുക്കോലിൽ കെട്ടിത്തൂങ്ങിയാണ് മരിച്ചത്. കാനഡയിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപയും ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് 3 ലക്ഷം രൂപയും പ്രമോദ് നൽകിയിരുന്നു. 5 വർഷം കഴിഞ്ഞിട്ടും ജോലിയും കൊടുത്ത തുകയും ലഭിച്ചില്ല. നിരന്തരം അവധി പറഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ ബാങ്കിൻ്റെ ഭീഷണിയും പ്രമോദ് നേരിട്ടിരുന്നു. KSFEയിൽ നിന്നും ചിട്ടി കൂടി അത് ഈട് നൽകി വായ്പയെടുത്താണ് കാനഡയിൽ ജോലി സ്വപ്നം കണ്ട് തുക നൽകിയിരുന്നത്. ഭാര്യയും മക്കളും ഒത്ത് കുടുംബ വീട്ടിലാണ് പ്രമോദ് കഴിഞ്ഞിരുന്നത്. പ്രമോദ് കൂലിപ്പണിക്ക് പോയും ഭാര്യ അഞ്ജു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്ക് പോയുമാണ് ജീവിതം മുന്നോട്ടു പോകുന്നത്. ബാധ്യതകൾ ഏറെ വന്നതോടെ പ്രമോദ് കടുത്ത മാനസിക പ്രയാസം നേരിട്ടിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു. കാട്ടാക്കട പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എൻ്റെ ചേട്ടനാണ് മരിച്ചത്. കുറച്ച് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ കുറച്ച് പൈസ കൊടുത്തിരുന്നു. ഒരു വിദേശത്ത് പോകാനും പിന്നെ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരാളുടെ ഒരു കുറച്ച് പൈസ കൊടുത്തിരുന്നു. 8 ലക്ഷത്തോളം രൂപ 10 ലക്ഷം രൂപയോളം കൊടുത്തിരുന്നു. അപ്പോൾ അതവർ പറ്റിച്ചു. അത് വിസ ഫ്രോഡായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ ഒരു സഹകരണ ബാങ്കിൽ എന്തോ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 3 ലക്ഷം രൂപ എന്തോ വൈഫിന് സഹകരണ ബാങ്കിൽ ജോലി ശരിയാക്കാന്ന് പറഞ്ഞ് ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ട് 3 ലക്ഷം രൂപ KSFEയിൽ നിന്നെന്തോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് അടയ്ക്കേണ്ട സാഹചര്യം ഇല്ലായിരുന്നു തോന്നുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ഇങ്ങനെ നോട്ടീസൊക്കെ വന്നിരുന്നു. ആകെ ഡെസ്പായിരുന്നു. ഇച്ചിരി അതിൻ്റെ ഇതിൽ ചെറിയ ടെൻഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ്, പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ്. ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. 2 കൊച്ചു പിള്ളേരും ആയിട്ട് നടക്കുന്ന ഒരു കുടുംബമാണ്. നമ്മൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ജോലിക്ക് വേണ്ടി ഒരു 10 ലക്ഷം രൂപയുടെ ഒരാളിന് കൊടുത്തതായിട്ടാണ് അറിഞ്ഞത്. അത് ജോലിയും ലഭിച്ചില്ല, ഇതുവരെ പൈസയും കൊടുത്തിട്ടില്ല. മാത്രമല്ല വൈഫിനൊരു ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരാൾ പൈസ വാങ്ങി 3 ലക്ഷം രൂപയോളം. അങ്ങനെ മാനസികമായി പുള്ളി വളരെ കഷ്ടതയിലായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഇങ്ങനെ പുള്ളിക്ക് തോന്നി ഇങ്ങനെ ചെയ്തത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. വീട്ടിൽ ജപ്തി നോട്ടീസ് അടക്കം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു മാനസിക വിഷമമുണ്ട്. വളരെയധികം ദുഃഖകരമായൊരു കാര്യമാണ്. കൂലിപ്പണിയാണ്, വേറെ ഒന്നും നിവർത്തിയൊന്നുമില്ല. കൂലിപ്പണിയാണ്. എൻ്റെ വാർഡ് പ്രതിനിധീകരിക്കുന്നതിന് നമുക്ക് സാഹചര്യം തന്നെ അറിയാം, വളരെ ദാരിദ്ര്യമാണ്. അവർ ഇനി നിയമ നടപടിക്ക് പോകുന്നു എന്നുള്ളതാണ് എൻ്റെ സഹോദരനൊക്കെ പറഞ്ഞത്. അങ്ങനെ